പുല്ലൂര് ഒരു താമരക്കുളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാട്ടോ അന്വേഷിച്ച് പിടിച്ച്. ദേ നോക്കിയ പാടം നോക്കിയ അപ്പണ്ട് നമ്മുടെ സഹപാഠി സുഹൃത്ത് ദേ ഷിബു ഉണ്ട് നടന്നു വരണ്. അത് ദൈവം നമുക്ക് കൂട്ടിനായിട്ട് ഒരാളെ എപ്പോഴും കരുതി വെച്ചിട്ടുണ്ടാന്ന് പറയുന്നത് അതാ പാട ഷിബു. ഇത് വാ ഇതിൽ നടക്കാൻ പറ്റും വരമ്പത്ത് കൂടെ നിറച്ച് പാടാട്ടോ. അത് കുറെ നാൾക്ക് ശേഷമാണ്. ഇങ്ങോട്ട് ഇറങ്ങി നടന്നാലോ? ഇവിടെ ആരും കാണാനില്ല. ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഒന്ന് ചോദിക്കായിരുന്നു. ഇവിടെ വരത്തോ നട്ടുച്ചക്ക് 12 മണിക്ക് നട്ടുച്ചക്ക് താമരക്കുളം അന്വേഷിച്ച് വരാനായിട്ട് എന്നെ പോലെ ഭ്രാന്താർക്കാന്ന് ചോദിക്കുന്നു ഷിബു. പക്ഷെ സംഭവം വിചാരിച്ച പോലെ അല്ല കേട്ടാ. ഞങ്ങളുടെ പാടത്തിനേക്കാളൊക്കെ വലിയ പാടാത്. ഇത് ശരിക്കും കുളമല്ല കേട്ടാ, തോടാണിത്. ഇത് ശരിക്കും അവര് വളർത്തുന്നതാന്നാ പറയുന്നേ. ഇതൊക്കെ വിരിഞ്ഞിരുന്ന പൂക്കളൊക്കെ പൊട്ടിച്ചിട്ട് പോയെന്ന് പറഞ്ഞ ആൾക്കാര്. അയ്യോ കാറ്റവരി ഉണ്ടല്ലേ. മൂടും കാറ്റ് കണ്ടാ അടിപൊളിയാട്ടാ. വിചാരിച്ച പോലെയല്ല, സൂപ്പർ. കുറെയൊക്കെ ബിരിയാണുള്ളതുണ്ടല്ലേ. അന്ന് കണ്ടിരുന്നപ്പോ അതന്നെ ഞാനങ്ങനെ കണ്ടേ. അവിടെ കുറെ പൂക്കുന്നുണ്ട്. നമുക്ക് അതിനാണ് കയറിക്കൂടെ? ഇത് പുല്ലൂര് പുളിഞ്ചോടിന്റെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടുള്ള ഒരു വലിയൊരു പാടം കേട്ടോ. അപ്പൊ ഈ പാടം ഇതിലൊരു തോട് ഫുള്ള് താമരച്ചെടികള് നിറഞ്ഞിരിക്കുകയാണ്. മുൻപ് ഒരുപാട് പൂക്കളുണ്ടായിരുന്നു, കുറെ പേര് പറിച്ചു പോയി. അതിനിപ്പോ മഴക്കാലൊക്കെ ആകുമ്പോഴേക്കും ഒരുപാടുണ്ടാവും. ഇത് ഈ പാടത്തിന്റെ ഉടമസ്ഥൻ തന്നെ കൊണ്ടുവന്നിട്ടതാണെന്നാണ് പറയണത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഇൻഫർമേഷൻ കിട്ടിയത് എങ്ങനെയാണ്. ഏതോ ഒരു താമരയുടെ ബ്രീഡ് കൊണ്ടുവന്നിട്ടതാണെന്നാണ് പറയുന്നത്. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതൊക്കെ ഇപ്പോൾ ഫുള്ള് താമരകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ദിവസം നിങ്ങൾക്ക് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യട്ടെ. നല്ല ചൂടാട്ടാ. തലൊരു രക്ഷയില്ല കേട്ടാ. അടിപൊളി. അതായത് ആ ലോങ്ങില് കാണുന്നതാണ്. ഇവിടെ വണ്ടി വെച്ച് അങ്ങോട്ട് നടക്കണം കേട്ടാ. ആകെ വേർത്തു. പൂക്കളുണ്ടാവും വെച്ചിട്ട് പോയതാണ്. കുറച്ച് പൂക്കളെ കണ്ടുള്ളൂ. താമരപ്പാറ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാട്ടാ. താമരയുള്ളൊക്കെ ആൾക്കാർ പൊട്ടിച്ചിട്ട് പോയി. എന്തായാലും മഴക്കാലം ആവുമ്പോൾ നോക്കാം. ഓക്കെ.